പശ്ചിമേഷ്യയിൽ യുദ്ധം 4-ാം ദിവസം പിന്നിട്ട് കഴിഞ്ഞു. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരായി ബോംബ് വർഷങ്ങൾ നടത്തുന്നത് നമ്മൾ കാണാം. തിരിച്ചും ഇറാൻ മിസൈൽ അയക്കുന്നത് നമുക്ക് കാണാം. 4-5 ദിവസമായിട്ട് ആ യുദ്ധത്തിൻ്റെ ഭീകരത നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അതേസമയത്ത് ഇറാൻ്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇറാന് ഏകദേശം 7000 വർഷത്തെ ചരിത്രം ഉള്ളവരാണ്. അവരുടെ പാരമ്പര്യം അത്രയും പിന്നിലോട്ട് പോയി നോക്കണം. ലോകത്തിലെ ഒരു ശക്തിക്കും കീഴടങ്ങാത്ത ഒരു രാജ്യം തന്നെയാണ് ഇറാൻ. 7000 വർഷത്തെ പാരമ്പര്യമുള്ള 2-3 രാജ്യങ്ങൾ മാത്രമേ ലോകത്തുള്ളൂ: ചൈനയും ഇന്ത്യയും ഇറാനും. പണ്ട് നമ്മൾ പേർഷ്യയ്ക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഇറാനിലേക്ക് പോകുന്നതാണ്. പേർഷ്യ എന്നാണ് അന്ന് അറിയപ്പെടുന്നത്. ഇന്ന് ഇറാൻ്റെ തലസ്ഥാനം ടെഹ്റാനാണ്. ഒരു 150 വർഷം മുമ്പ് ഇറാൻ്റെ തലസ്ഥാനം ഇസ്മൽ എന്നാണ്. ഇന്ത്യക്കാരോട് വളരെയധികം അവർക്ക് ബഹുമാനവും ആദരവും ഇഷ്ടവുമുണ്ട്. ഇന്ത്യൻ സിനിമകളാണ് അവിടുത്തെ തിയേറ്ററുകളിലും അവിടുത്തെ ടി വിയിലൊക്കെ. ബോംബെ ബേസ്ഡായിട്ടുള്ള ധാരാളം സിനിമാ കമ്പനികൾ ഇറാനിലൊക്കെ റിലീസിങ് ഇറാനിലും കൂടെ ചേർത്താണ് നടത്തുന്നത്. കാരണം അവിടുത്തെ സിനിമകൾ മുഴുവൻ ഇന്ത്യൻ സിനിമയാണ്. ഇന്ത്യയോട് പ്രത്യേക മമത അവർക്കുണ്ട്. അവിടുത്തെ 98% ആൾക്കാരും വിദ്യാസമ്പന്നരാണ്. ആ രാജ്യത്തിൻ്റെ പ്രത്യേകത അവിടുത്തെ മണ്ണ് വളക്കൂറുള്ള മണ്ണാണ്. 365 ദിവസവും അവർ കൃഷി ചെയ്യും. അവിടെ വലിയ ആതിഥ്യ മര്യാദ സൂക്ഷിക്കുന്നവരാണ് അവർ. അവിടെ എണ്ണ സുലഭമാണ്. അവിടെ വെള്ളത്തിന് വില കൂടുതലാണെന്ന് പറയുന്നു. അതേസമയത്ത് എണ്ണയ്ക്ക് 1 ലിറ്ററിന് 15 രൂപയ്ക്ക് വരെ കിട്ടും. അതേസമയത്ത് അവിടെ ഈ വെള്ളം ലഭിക്കാനായിട്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് ആ രാജ്യത്തെങ്കിലും. അവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത 365 ദിവസവും അവർ വിളവെടുക്കുന്നവരാണ്, കൃഷി ചെയ്യുന്നവരാണ്. ലോകത്തൊരിടത്തും ഇത്ര നല്ല മണ്ണില്ല. അതുകൊണ്ട് ഐശ്വര്യമുള്ള ഒരു രാജ്യമായിട്ടാണ് പണ്ട് മുതലേ കണക്കാക്കിക്കൊണ്ടിരുന്നത്. അവർ 7000 വർഷത്തെ അവരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പല പല കാലഘട്ടങ്ങളും അവർ യുദ്ധം ചെയ്താണ് നിലനിന്നത്. ലോകത്തിലെ ഒരു ശക്തിക്കും അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. അവിടെ കഴിഞ്ഞ 7000 വർഷത്തിനുള്ളിൽ അലക്സാണ്ടർ ചക്രവർത്തി ഉൾപ്പെടെയുള്ളവർ ആ രാജ്യത്തിനെ അധീശപ്പെടുത്തുകയൊക്കെ ചെയ്തെങ്കിലും അവരുടെ അതിർത്തികളൊന്നും ഇത്രയും നാളായിട്ടും 1 ഇഞ്ച് പോലും മാറിയിട്ടില്ല. അതിർത്തി അവർ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ആ രാജ്യത്തിലെ ജനങ്ങൾ വളരെ ആതിഥ്യ മര്യാദയുള്ളവരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. 1 പൈസ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ സാധനങ്ങളൊക്കെ ലഭിക്കും. അത്ര നല്ല ആതിഥ്യ മര്യാദയുള്ളവരാണ്. വളരെ സൗന്ദര്യമുള്ള സ്ത്രീകളാണ് അവിടെ ഉള്ളവർ. അതേസമയത്ത് ഖമേനി വന്ന ശേഷം ഏകദേശം 37 വർഷമായിട്ടും പലത്തിൻ്റെ ആ ചിട്ടയിൽ തന്നെയാണ് ആ രാജ്യത്തെ ഭരണം മുന്നോട്ട് പോകുന്നത്. ധാരാളം പേരെ വകവരുത്തിയിട്ടുണ്ട് ഖമേനി ഭരണകൂടം. എങ്കിലും അവിടുത്തെ സംസ്കാര സമ്പന്നരായ ധാരാളം ആൾക്കാർ ഖമേനിക്ക് എതിരായിട്ട് പ്രകടനങ്ങളൊക്കെ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. നല്ലൊരു ശതമാനം ആൾക്കാർ ഖമേനിക്ക് എതിരാണ്. എങ്കിലും ആ രാജ്യത്തെ പടയാളികൾ, സോൾജിയേഴ്സ് അവരെ മുട്ടുകുത്തിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഏരിയയിലായിട്ടുള്ള മുഴുവൻ അക്രമവും നമ്മൾ കണ്ടു. അമേരിക്കയിലോട്ട് അവർക്ക് ഏരിയൽ മിസൈൽ അയക്കാൻ അത്ര ദൂരത്തിൽ കഴിയില്ലെങ്കിലും അമേരിക്കയുടെ താവളങ്ങളായ ഗൾഫ് ഏരിയയിലെ സൗദി അറേബ്യയിലും കുവൈറ്റിലും ഖത്തറിലും UAE-യിലും ഒമാനിലും ഒക്കെ അവർ അമേരിക്കൻ പട്ടാളത്തിനെതിരായിട്ട് ഇവർ മിസൈൽ വർഷിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നു. ഏതായാലും മിസൈൽ വർഷം കൊണ്ട് അവരുടെ ചില കെട്ടിടങ്ങളും അവരുടെ ചില ഏരിയകളും നശിപ്പിക്കാവുന്നല്ലാതെ അവരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കരയുദ്ധത്തിലേക്ക് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത്. അത് കരയുദ്ധത്തിൽ അവർ അഗ്രഗണ്യന്മാരാണ്. ഇറാൻ ആഗ്രഹിക്കുന്ന ഒരു കരയുദ്ധം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 2675ഓളം ടാങ്കുകൾ അവർക്കുണ്ട്. അതുപോലെ അമേരിക്കയ്ക്ക് മൊത്തം ടാങ്കുകൾ 4666 ഉണ്ടെന്ന്. അത് മുഴുവന് ഇറാനിലേക്ക് കൊണ്ടുവരാനും കഴിയില്ല. ഇറാന് അവരുടെ രാജ്യത്ത് 2675 ടാങ്കുകളും അവർ വിന്യസിക്കും.
അവരുടെ സ്ഥലങ്ങളൊന്നും കീഴ്പ്പെടുത്താൻ കഴിയില്ല, ഏരിയയിലായിട്ട് അറ്റാക്ക് മാത്രം ചെയ്യാനേ കഴിയുള്ളൂ. നമുക്കറിയാം ഇറാൻ്റെ ചരിത്രങ്ങൾ. പൗരാണിക അഖാമനി സാമ്രാജ്യകാലത്ത് BC-യിൽ അവർ ഗ്രീസും ഈജിപ്തുമായിട്ട് യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി അഖാമനി സാമ്രാജ്യം തകർത്തു എങ്കിലും ആ യുദ്ധത്തിലും അവർ അഗ്രഗണ്യന്മാരായിരുന്നു. പിന്നീട് പേർഷ്യ വന്ന സാമ്രാജ്യം ഏകദേശം 400 വർഷക്കാർ റോമാക്കാർ ആ യുദ്ധം ചെയ്ത പാരമ്പര്യം ഇവർക്കുണ്ട്. പിന്നെ ഓട്ടോമാൻ സാമ്രാജ്യവുമായി ഇറാൻ പേർഷ്യ യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പം യുദ്ധവീരന്മാർ തന്നെ. ആ യുദ്ധവീരത്വം മറ്റു രാജ്യക്കാർക്കില്ല. പുരാതന കാലം മുതൽ എല്ലാ സാമ്രാജ്യ ശക്തികൾക്കും എതിരായി യുദ്ധം ചെയ്തു വരുന്ന ഒരു ജനതയാണ് ഇറാൻ. അവരെ കീഴ്പ്പെടുത്താൻ സ്വല്പം ബുദ്ധിമുട്ടാണ്. അത് അമേരിക്കയ്ക്ക് ഇപ്പോൾ അത് മനസ്സിലായി തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്ര ഈസി ആയിട്ട് ഒരു രാജ്യത്തിന് ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ആ വ്യാമോഹം മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ ഒക്കെ ഉദാഹരണങ്ങളും അതിൻ്റെയൊക്കെ ചില റിയാക്ഷൻസ് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അമേരിക്കയ്ക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സോൾജിയേഴ്സുള്ള ഏകദേശം 11.5 ലക്ഷം ആൾക്കാർ അമേരിക്കയിലുണ്ട്. പക്ഷേ ഗൾഫ് ഏരിയയിൽ 55,000 പേരെ ഉള്ളൂ അവർക്ക്. അതേസമയത്ത് ഇസ്രയേലിന് ഏകദേശം 1,70,000 പടയാളികളുണ്ട്. ഇറാന് 6,10,000 പടയാളികളുമുണ്ട്. അതുകൊണ്ട് കരയുദ്ധം വന്നു കഴിഞ്ഞാൽ ഇറാൻ അപ്പർ ഹാൻഡ് പിടിക്കും. പക്ഷേ അവിടുത്തെ ജനതകളെ അല്ലെങ്കിൽ ജനങ്ങളെ കൊന്നൊടുക്കാനായിട്ടും ഇസ്രയേലും അല്ലെങ്കിൽ US-ഉം കൂടെ ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല. കാരണം ലോകരാഷ്ട്രങ്ങളെല്ലാം എതിരാവും. അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്നത് അവരുടെ സഖ്യകക്ഷികളായ സൗദി അറേബ്യയും UAE-യും ഖത്തറും ഒമാനും അങ്ങനെയുള്ള ആ ചെറിയ ചെറിയ എണ്ണയിൽ സമ്പന്നമായ ആ ചെറിയ രാജ്യങ്ങൾ, അവിടെയെല്ലാം മിക്കവാറും എല്ലാ സ്ഥലത്തും രാജാക്കന്മാർ ഭരിക്കുന്ന സ്ഥലങ്ങളാണ്. ഷിയ മുസ്ലിംസാണ് 90% ആൾക്കാർ ഇറാനിൽ. ഷിയ മുസ്ലിംസ് പിന്നെ ഏറ്റവും കൂടുതലുള്ള പാകിസ്ഥാനാണ്. കുറേ ആൾക്കാർ നമുക്ക് ജമ്മു കാശ്മീരിലുണ്ട്. അവിടെയും ഇറാനിലെ ഖമേനിയെ കൊലപ്പെടുത്തിയപ്പം അതിൻ്റെ റിയാക്ഷൻസൊക്കെ ജമ്മു കാശ്മീരിലും ഒക്കെ ഉണ്ടായി. അങ്ങനത്തെ ഈ ഒരു ജനതയാണ് ആ മുസ്ലിം വിഭാഗം എന്ന്. കാരണം അവർ കീഴടങ്ങുന്ന ഒരു മനസ്സവർക്കില്ല. അതുകൊണ്ട് അത്ര എളുപ്പത്തിനൊന്നും ഇറാനെ കീഴടക്കാമെന്ന് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേലും കരുതണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ആ രീതിയിൽ അവരെ ഒതുക്കാൻ കഴിയാത്ത ഒരു ജനതതി തന്നെയാണത്. അത് അവരുടെ പാരമ്പര്യം അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഷിയ മുസ്ലിമാണ് അവർ. ആ രീതിയിലുള്ള അവരുടെ എതിർപ്പ് അവർ മരിച്ചു വീഴുമെന്നല്ലാതെ അവരാ എതിർപ്പിൽ നിന്ന് പിൻവാങ്ങില്ല. സമാധാനത്തിൻ്റെ അന്തരീക്ഷം അവർക്കറിയില്ല. മതത്തിൻ്റെ ആ കോർണർ അല്ലെ മതത്തിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ അവർ നിൽക്കും. അതിലപ്പുറത്തേക്ക് അവർ പോകില്ല. എങ്കിലും വളരെ സംസ്കാര സമ്പന്നരും വിദ്യാഭ്യാസമുള്ളവരും ആണ് അവർ എന്ന് പറയുമ്പം അവർ ഏത് രീതിയിലും ഒരു കീഴടങ്ങലിനെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കീഴടങ്ങാൻ കഴിയില്ല. കാരണം മുസ്ലിം മേധാവിത്വം, പ്രത്യേകിച്ച് ഷിയ മേധാവിത്വം, അവർ തീവ്ര ചിന്തകളാണ്. അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ മുന്നേറുന്നത്. പ്രാദേശികമായി നമ്മൾ ചില ഒത്തുതീർപ്പുകളൊക്കെ നടത്തുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെ സംബന്ധിച്ചുള്ള അവരുടെ പാരമ്പര്യം പൈതൃകവും അങ്ങനെയല്ല. അതുകൊണ്ട് ഒരു സമാധാന അന്തരീക്ഷം ഉടൻ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളൊക്കെ നമ്മുടെ ക്രൂഡ് ഓയിലും അങ്ങനെയുള്ള ഗ്യാസും ഒക്കെ മറ്റ് സൗദി അറേബ്യ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ചാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അവിടെ ഇപ്പം നമ്മുടെ റൂട്ടുകൾ നമ്മുടെ അറേബ്യൻ സീയിലേക്കൊക്കെ വരുന്നത് ഇന്ത്യയിലേക്ക് കൂടുതലും അവിടുന്ന് ഓയിലും ഗ്യാസും ഒക്കെ വരുന്നത് ഹോർമൂസ് കടലിൻ്റെ കൂടെയാണ്. ലോകത്തിലേക്ക് അവിടെ നിന്ന് പോകുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കും ഒരു 55% അവർക്ക് വരുന്ന ഓയിലും എണ്ണകളും എല്ലാം ഈ ഹോർമൂസ് കടലിൽ കൂടെയൊക്കെ ആണ്. നമുക്കറിയാം അറേബ്യൻ സീയിൽ നിന്ന് ആ കടലിടുക്കൂടി മാത്രമേ അങ്ങോട്ട് സൗദി അറേബ്യയിലുള്ള കുവൈറ്റ് അങ്ങനെ ആ ചെറിയ ചെറിയ രാജ്യങ്ങളിലേക്ക് കയറിക്കിടക്കുന്ന കടലിലേക്ക് നമുക്ക് പോകാനൊക്കെ ഉള്ളൂ. ആ വഴിയാണ് വലിയ വലിയ വെസലുകൾ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഇപ്പോഴേ ആ ഹോർമൂസ കടലിടുക്ക് അടച്ചെന്ന് പറഞ്ഞാൽ ആ വഴി യാതൊരുവിധ ഓയിലോ ഗ്യാസോ വരില്ല.
അത് ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ സാമ്പത്തികമായി ഉണ്ടാക്കും. ഇന്ത്യയെപ്പോലെ ഉള്ള ഒരു രാജ്യത്ത് 75% നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിലും റഷ്യയിൽ നിന്നുള്ള ഓയിൽ വീണ്ടും വാങ്ങാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു എന്നാണ് വീണ്ടും വരുന്നത്. ഏതായാലും ഈ ഇറാനെതിരായി എടുത്ത തീരുമാനം ലോകരാഷ്ട്രങ്ങളിലെ എല്ലാവരെയും ബാധിക്കും. കാരണം പലരും തന്ത്രപൂർവ്വം പിന്മാറുകയും ചെയ്യും. അമേരിക്കയുടെ ഒപ്പം ഗൾഫ് രാജ്യങ്ങളിൽ നിൽക്കും എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിലും അവർക്കുണ്ടാകുന്ന പ്രഹരം, ഇറാനിൽ നിന്നുണ്ടാകുന്ന പ്രഹരമേറ്റ് തീർച്ചയായിട്ടും അവരെല്ലാം പതുക്കെ പിന്മാറും. അമേരിക്ക, ഇസ്രയേലും ഒറ്റപ്പെടാനുള്ള സാധ്യതയും ഉണ്ടാകും. അതേസമയത്ത് നമുക്കറിയാം ചൈന, റഷ്യയും അത് ഇറാൻ പക്ഷത്തേക്ക് കൂട്ടി നിൽക്കുന്ന രാജ്യങ്ങളാണ്. അവർക്ക് ആവശ്യമുള്ള മിസൈലുകളും അതുപോലെയുള്ള സാമ്പത്തിക യുദ്ധോപകരണങ്ങളും എല്ലാം ഈ രണ്ട് രാഷ്ട്രങ്ങളും കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് യുദ്ധം അല്പം നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പെട്ടെന്ന് തീരും എന്ന് അമേരിക്കയും ഇസ്രയേലും കരുതിയിരുന്നെങ്കിലും ഏരിയൽ അറ്റാക്ക് മാത്രമേ അവരുടെ കൈവശമുള്ളൂ. കരയുദ്ധത്തിന് പ്രാവീണ്യം ഉള്ള ഒരു ജനതയാണ് ഇറാൻ എന്നുള്ള കാര്യം അവർ മറന്നുപോയി. കാരണം അമേരിക്കയായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകത്തില്ലെങ്കിലും അവരുടെ സഖ്യകക്ഷികളുടെ എല്ലാ സ്ഥലത്തും ഇറാന് മിസൈൽ അയച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് ആ ഏരിയയിലുള്ള അവരുടെ സാമ്പത്തിക വളർച്ചയും ആ ദുബായ്, അബുദാബി അങ്ങനെയുള്ള ആ ചെറിയ രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ വളരെയധികം പ്രതിസന്ധി ഉണ്ടാവും. അവരുടെ എണ്ണകളൊന്നും വിറ്റുപോകില്ല. സാമ്പത്തികമായ വളരെ ഞെരുക്കം വരും. വിദേശത്ത് നിന്നൊക്കെ വരുന്ന അവർ പല രാജ്യങ്ങളെയും ആശ്രയിച്ചാണ് അവരുടെ ഭക്ഷ്യകാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അതിനൊക്കെ തടസ്സം വരും. ഏതായാലും പൊതുവെ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളെയും ഈ യുദ്ധം ബാധിക്കും. അവർക്ക് ലഭിക്കുന്ന എണ്ണകളും ഓയിലും ഗ്യാസും ഒക്കെ ലഭ്യമല്ലാതെ വരും. എല്ലാത്തിനും വില കൂടാനുള്ള സാധ്യത കൂടിക്കൂടി വരുന്നു. ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ വില വർദ്ധിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ്. ഏതായാലും ഈ യുദ്ധത്തിന് സാമ്പത്തികമായി കേരളത്തിനും വലിയധികം ദോഷമുണ്ടാകും, ഇന്ത്യക്കും ഉണ്ടാകും. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലവാരം 2 വർഷത്തും ചേരാതെയുള്ള ഒരു നിലവാരത്തിലേക്ക് ആണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത്. വ്യത്യസ്തമായി ഉള്ള സമ്മർദ്ദങ്ങൾ പലതും ഇന്ത്യയുടെ മേൽ വരുന്നുണ്ടെങ്കിലും അചഞ്ചലമായി ഇന്ത്യ ഇത് ഒത്തീർപ്പെത്തിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെ മറ്റു ചില രാഷ്ട്രങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. യുദ്ധം നിർത്തണമെന്ന് റഷ്യ പറഞ്ഞു കഴിഞ്ഞു. കാരണം റഷ്യ ഇപ്പം തന്നെ കഴിഞ്ഞ 1-2 വർഷമായിട്ട് യുദ്ധത്തിലാണ് റഷ്യയും ഇപ്പം മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ റഷ്യയിലുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇറാനെ അത്ര പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു രാഷ്ട്രമാണ്. അവർ കരയുദ്ധം ആഗ്രഹിക്കുന്നു. കരയുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പർ ഹാൻഡ് ഇറാന് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.